പിന്നെ നിന്റെ ഫോൺ പെട്ടെന്ന് എടുക്കും. വല്ല നടന്നത് വല്ലതും അറിഞ്ഞാ? ഇല്ല. നെടുവങ്ങാട് സ്റ്റാൻഡിൽ 2 പെൺകുട്ടികൾ തമ്മിൽ കൂട്ടയിടി. എന്തിനാന്ന് പോയി അന്വേഷിക്കണം. ഇവിടെ വല്ലവനും വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ പോയിട്ട് അവരുടെ ഇടി ഞാൻ കൊള്ളണോ? എന്റെ പൊന്നപ്പി, നിന്നെ എന്തിനു ഞാൻ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കണം? അല്ല, ഞാൻ അവരെ പിടിച്ചു മാറ്റാൻ പോയി കഴിഞ്ഞാൽ നീ എന്ത് ചോദിച്ചാലും എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരി. ആ ഫോൺ എടുത്ത് ഞാൻ വിളിക്കുമ്പോൾ നീ തത്സമയ സംപ്രേഷണം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സംസാരിക്കണം. അറിയാമല്ലോ, മറ്റേ ടി വിയിലൊക്കെ കാണാം. സാർ, ഞാനിവിടെ ഉണ്ട്, ലൊക്കേഷനിൽ നിൽക്കുകയാണ്, കുട്ടികൾ ഭീകരമായ തല്ലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പിടിച്ചു മാറ്റാൻ ആരുമില്ല, അഗ്നി ന്യൂസിന്റെ പത്രപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ സാർ എന്ന് എടുത്തു പറയണം. അഗ്നി പത്രത്തിന്റെ എടുത്തു പറയണം. ഓക്കെ, പെട്ടെന്ന് ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തോളാം. എന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിന്റെ ഫോട്ടോ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് നീ അപ്പൊ ചെവിയിൽ വെച്ചോ. ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് ചോദിക്കും. ഒരു സെക്കൻഡേ. റെഡിയല്ലേ? ഹലോ ടീന, ഹലോ ടീന, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ടീന ഇപ്പോൾ എവിടെയാണ്? സംഭവ സ്ഥലത്തുണ്ടോ? സാർ, ഞാനിപ്പോ നെടുമങ്ങാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് നിൽക്കുന്നത്. അവിടെ എന്ത് കാഴ്ചയാണ് ടീന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അഗ്നി ന്യൂസിന്റെ പ്രേക്ഷകർ ഈ വാർത്ത അറിയുവാൻ കാത്തിരിക്കുകയാണ്. ടീന, പറഞ്ഞോളൂ. സാർ, ക്ലിയർ ആവുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ക്ലിയർ ആവും. സോറി. അല്ല, എന്ത് വാർത്തയാണ്, എന്ത് സംഭവമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുക. ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെൺകുട്ടികൾ തമ്മിൽ പൂര ഇടയാണ്. അവരെ പിടിച്ചു മാറ്റാൻ ഇവിടെ ചുറ്റുമുള്ള ആൾക്കാരൊന്നും ശ്രമിക്കുന്നില്ലേ? ഇല്ല. അവന്മാരെ ക്ലാപ്പന്മാരെ എവിടെ നിന്നാണ് അവിടെ പിടിച്ചോണ്ട് നിർത്തിയിരിക്കുന്നത്? യവന്മാർക്ക് എന്ത്, അതിന്റെയൊക്കെ കണ്ണിൽ കുരുവാണോ? ഈ കാഴ്ച കാണാൻ അവന്മാർക്ക് കഴിയുന്നില്ലേ? ഈ കാഴ്ച കണ്ടിട്ട് നാട്ടുകാരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കോമഡി സ്റ്റാറിന്റെ സ്കിറ്റാണോ അവിടെ നടക്കുന്നത്? ചിരിച്ചുകൊണ്ടിരിക്കാൻ. ടീന ഒരു കാര്യം ചെയ്യൂ, ഉടനെ തന്നെ പോയി ആ പെൺകുട്ടികളെ പിടിച്ചു മാറ്റി അവിടെ അക്രമം നിയന്ത്രിതമാക്കുക. അഗ്നി ന്യൂസ് ചാനൽ അനീതിക്കൊപ്പം നിൽക്കുന്ന, അനീതിക്കെതിരെ നിൽക്കുന്നവരാണെന്ന് നാടിനെ കാണിച്ചു കൊടുക്കുക. അല്ല സാർ, ഹലോ. അല്ല സാർ, ഞാൻ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ അവരെന്നെ ഇടിക്കത്തില്ലേ? കളഞ്ഞ് എന്റെ കൊച്ച, നിനക്ക് എന്തിനാണ്? എന്ത് പറ്റി സാർ? നീ ആ ന്യൂസിന്റെ ഇടയിലും കയറി നീ മന്ദബുദ്ധിയാണെന്ന് കാണിക്കൂ. ഇത് എഡിറ്റ് ചെയ്തല്ലേ ടി വിയിൽ ഇടുന്നത്. അപ്പൊ നീ അതിൽ കയറിയിട്ട് സാറേ അവരെ പിടിച്ചു മാറ്റാൻ പോയാ എനിക്ക് ഇടി കിട്ടൂലേ? അത് പറയാൻ പാടില്ലായിരുന്നല്ലേ? ഇത് മതി, ഉള്ളത് വെച്ച് ഞാൻ ഇട്ടോളാം. പൊന്നു ബോംബെ, എന്നെ കാണണം. എന്തിനാന്ന് തോന്നുന്ന ഈ കമ്പനിയിൽ ഞാൻ എടുത്തത്? ബോംബെ ഇറക്കുമതി ചെയ്തു, ബോംബെ എന്ന്. അവിടെ ഞാൻ ഭയങ്കര അവിടെ ഇതേപോലെ തന്നെ മാരോ അല്ലേ? അങ്ങനൊന്നും പറയാറില്ല സാറേ. പപ്പ മറക്കും, അതുകൊണ്ട് പപ്പ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. 1 lakh മതി. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞാൻ പപ്പയെ വിളിച്ചോളാം. ശരി പപ്പ. പപ്പ, പിന്നെ മമ്മയോട് പറയാനായിട്ട് നിൽക്കണ്ട. ഓക്കെ പപ്പ, സ്റ്റഡീസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ പപ്പ, ഞാനിപ്പോൾ ലാബിലാ. ഞാൻ പപ്പയെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ശരി പപ്പ. ഓക്കെ പപ്പ, ബൈ, ലവ് യു. കല്ലു, ഈ അടുത്തേ ലാബ് എവിടെ ഉള്ളത്? ലാബ് ഇല്ലെങ്കിൽ നമുക്കൊരെണ്ണം ഉണ്ടാക്കാലോ. അത് കറക്റ്റ്. പിന്നെ ഈ പാരന്റ്സിനോടൊക്കെ ഈ കള്ളം പറയുന്നത് ഭയങ്കര വൃത്തികെട്ട ക്യാരക്ടറുള്ള പിള്ളേരല്ലേ? ടു ബാഡ്. അതെ, ഞാനേ എന്റെ പപ്പയോടല്ലേ കള്ളം പറഞ്ഞേ, അല്ലാതെ നിങ്ങളടുത്ത് ആരടുത്തും അല്ലല്ലോ. അതെ, ആരോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൈങ് ഈസ് ഈക്വൽ ടു ഡൈങ്. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ഞാൻ സംസാരിച്ചപ്പോ ഒളിഞ്ഞ് കേടുന്നതും ബാഡ് തന്നെയാ. അയ്യ പൊന്നു ചേച്ചി, നമ്മളിവിടെ കളിക്കണം കണ്ടൂടെ? തനിക്ക് ഇത്രയും പ്രൈവസി ഉള്ള സംസാരമാണെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങൾ ചെവി പൊത്തിക്കാത്ത? ഞങ്ങള് കളിക്കുമ്പോ ചെവിയും പൊത്തിക്കൊണ്ടിങ്ങനെ അയ്യോടാ എങ്ങനെ കളിക്കുന്നത്. അത് ശരി, നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോ ചെവിയും പൊത്തി കളിക്കണം. ഓ മൈ ഗോഡ്. പിന്നെ ചേച്ചിക്ക് ഷട്ടിൽ കളിയൊന്നും അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. റിച്ച് അല്ലേ? ഞാൻ കോളേജിലെ ബാഡ്മിന്റൺ പ്ലെയർ, അതറിയോ? ഭയങ്കര പ്ലെയറാ? ഭയങ്കര പ്ലെയറാ. ഒരു തള്ളുവണ്ടിയുടെ തള്ളു കേട്ട് സഹിക്കാൻ പറ്റുള്ള, അപ്പത്തേക്ക് എന്തേ 2.0. ഞാൻ തള്ളിയതല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ഡൗട്ട് ആണെങ്കിൽ നമുക്കൊരു ഗെയിം കളിക്കാം. അപ്പൊ നിങ്ങളുടെ സംശയമൊക്കെ മാറുമല്ലോ. ആണോ? കളി കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല എന്റെ കാൽപ്പം. അപ്പൊ നീ ഹാൻഡിൽ ചെയ്യുന്നു. രണ്ടാക്കും പേടിയെന്നങ്ങ് പറ. എന്താ പറയാനുണ്ടെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കണം. രണ്ടാക്കും പേടിയെന്നങ്ങ് പറ. തോറ്റു പോകുന്ന പേടി ഉണ്ടല്ലോ ഇപ്പൊ കളിക്കാതെ. ആര് പറഞ്ഞു പേടിയാന്ന്? ഞാൻ പറഞ്ഞു നമുക്ക് മാച്ച് ചെയ്യുമ്പോ കളിക്ക് പോ, ബാറ്റ് വാങ്ങിക്ക്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നു. പിടിക്കും.
അറിയാലോ. എന്തോ അത് പിന്നെ എന്താ കള്ളക്കളി നിങ്ങൾ കളിക്കുന്നേ? എന്ത് കള്ളക്കളി കളിച്ച് ദേ കളിക്കാൻ അറിയില്ലെങ്കിൽ അത് പറയണം. കൂടുതൽ റിച്ചാന്ന് പറഞ്ഞിട്ട് അതും ഇതും സാധനങ്ങൾ വലിച്ചെറിയല്ല വേണ്ടത്. എനിക്ക് ദേഷ്യം വന്ന് എനിക്ക് കഴിക്കുന്ന എല്ലാം ഞാൻ വലിച്ചെറിയും. നിനക്ക് ദേഷ്യം വന്ന് കൈ കിട്ടിയത് വലിച്ചെറിയാനാണെങ്കിൽ നീ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെക്കുന്ന നിനക്ക് അറിയാൻ പറ്റിയത്. അല്ലാണ്ട് ഞങ്ങളുടെ സാധനം എടുത്ത് അറിയേണ്ടത്. ഐ വിൽ പേ ഫോർ ഇറ്റ്. ആഹാ ഇതങ്ങ് എറിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട്. നിന്റെ സാധനം നിനക്ക് പൊള്ളിയല്ലേ? അതെ എവിടെ പോണ്? ആ ബാറ്റ് എടുത്ത് വന്നിട്ടോടി. ഇനി നമ്മളതിനെ എടുക്കണം. അവള് പോയി അവളെ വയ്ക്കും. എന്തൊരു അഹങ്കാരോ സാധനത്തിന്. കോടീശ്വരല്ലേ അതിന്റെ മുമ്പ് കാണിക്കുന്ന. എല്ലാ കോടീശ്വരന്മാരും ഇങ്ങനെ തന്നെ ഇരിക്കും. ഏയ് ഇത് ഒറ്റ പൈസ തോന്നുന്നുണ്ട്. പണിയാകും. ആ കൈ കൊണ്ട് കാണിച്ചാൽ ഇതാ തന്റെ പൈസ. പ്രോബ്ലം സോൾവ്. എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തോ ആടെ. അയ്യോ എന്റെ തല ചൂടായിട്ട് മതി പിടിച്ചേ. ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. എന്തോ നാടേ ഇത്? മനുഷ്യന്റെ എടി ചാരു, നീ എങ്ങനെയാടി ഇത്രയും മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തൊരു കഷ്ടപ്പാടാ. ആർക്കും ഇഷ്ടപ്പെടും. അല്ല, മുടി ചീകണം, ഉണക്കണം, എന്തെല്ലാം പണിയാ. അതുകൊണ്ടാണ് ഞാനിപ്പം മുടി വളർത്താത്ത. ഈ ചെറിയ മുടിയുടെ കാര്യത്തിന് നിനക്ക് ഇത്ര കഷ്ടപ്പാടാണെങ്കിലേ നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുക? ഓ, വേറെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് മടിയില്ല. പക്ഷെ മുടി എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നും അല്ലല്ലോ. അതുണ്ടെങ്കിൽ എന്ത് ഇല്ലെങ്കിൽ എന്ത്. ശരിയെന്നാ, എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മുടി. പെൺപിള്ളേർക്ക് പൊതുവേ മുടി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പെണ്ണായിട്ട് അതെ, തള്ളാന്ന് പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യമായിട്ടുള്ളൊരു കാര്യം പറ. എനിക്ക് പണ്ടേ ഇത് എൻ്റെ കാലിൻ്റെ ഇത്രയും മുടി ഉണ്ടായിരുന്നു. അറ്റം വരെ അല്ലേ? അപ്പൊ നീ ആയിരിക്കും കരടി. അല്ല, സാധാരണ കരടികൾക്കാണ് അവിടെ ഇവിടെയൊക്കെ മുടി വരുന്നത്. അങ്ങനെയൊക്കെ മുടി ഉണ്ട്. ഓ, അതല്ലടേ, അത്രയും ഈ കാലിന്റെ പാദത്തിന്റെ അത്രയും മുടി ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വെട്ടിക്കളഞ്ഞിട്ട്. എന്നിട്ട് നടക്കാൻ നേരത്ത് നീ തട്ടി വീഴാൻ പോയില്ലേ? അല്ലേ? അതെങ്ങനെ? അപ്പൊ ഞാൻ ആ കഥ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാ? അല്ല, ഈ തള്ളുവണ്ടി തള്ളിത്തള്ളി എവിടെ പോകുന്നു നമുക്കറിയാലോ. ഞാൻ ഗസ്റ്റ് ചെയ്തതാ. ഒന്ന് പോടെ, ഞാൻ ഇവിടെ എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കത്തില്ല. അത് നീ വിശ്വസിക്കാൻ പാകത്തിന് സത്യമായിട്ട് വല്ലതും പറ, എന്നാ വിശ്വസിക്കും. സത്യം പറയുന്ന ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, സത്യം പറയണ. എടി മോളെ, ചാരുമോളോടെ നിക്കണ്. ആഹാ, ഇവിടെ നിൽക്കായിരുന്ന. അതെ മക്കളെ, നിങ്ങൾക്ക് ഇന്ന് എന്തോന്ന് പരിപാടി? എനിക്കിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാലേ നമുക്ക് ഈ വീടും പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലാ? അയ്യോ അങ്കിളെ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ദേ ഇവിടെ വിളിച്ചോണ്ടോ. ആണാ? എന്നാ മോള് വാ, നമുക്ക് പോവാം. അമ്മാവ, ഞാൻ ഇപ്പൊ കുളിച്ചിറങ്ങിയല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ? ഞാൻ മുഷിയും. എനിക്ക് വയ്യ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഒരു കാര്യം ചെയ്യും, ബെസ്റ്റ് ഐഡിയ പറഞ്ഞുതരാം. പുറത്തുനിന്ന് നമുക്ക് ആളെ വിളിച്ചേൽപ്പിക്കാം. അതാകുമ്പോൾ നല്ല നീറ്റായിട്ട് ആ പറമ്പൊക്കെ വൃത്തിയാക്കി തരും. ആ, അത് അടിപൊളിയാ. അതെനിക്കറിയാം, നീറ്റായിട്ട് ചെയ്യുമെന്നുള്ളത് അറിയാം. അതിന് പൈസ ആര് കൊടുക്കും? ഓഹോ, അപ്പൊ ഞങ്ങളൊരു ബംഗാളികളാ അമ്മാവൻ ഫ്രീ ആയിട്ട് പണി ചെയ്ത് തരാൻ? ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്? എടി അതല്ലടി മോളെ, പണിക്ക് ആള് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പൈസ എന്റെ വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, പണി ചെയ്യണ്ടെന്ന് നോക്കി വിട്ടേക്ക്. അയ്യോ, അത് ശരിയാവില്ല. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഫോട്ടോ എടുത്ത് മുതലാളിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അമ്മാവനുണ്ട്, അമ്മാവൻ്റെ ഒരു മുതലാളി ഉണ്ട്. എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വർക്കും ഉണ്ട്. ഓ ശരി, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. നിങ്ങൾ റെസ്റ്റ് എടുക്കി. എൻ്റെ പണി ആയിപ്പോയല്ലോ കേട്ടാ. ശരി, നിങ്ങൾ റെസ്റ്റ് എടുത്തു. ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ എല്ലാം കഷ്ടപ്പെടാൻ. അയ്യോ പാവ അങ്കിള്. ആണോ? എന്നാ നിനക്ക് പോയി സഹായിക്കാറുന്നില്ലേ? എടാ, എനിക്ക് വർക്കുണ്ട്. നീ കണ്ടില്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. നാളെ ഫ്രാൻസ് സാറിന് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ അല്ലത്തന്നെ സാലറി തരാറില്ല. ഓഹോ, നീ നിന്റെ ലാപ്ടോപ്പ് ഒന്ന് തിരിക്കും. ഞാൻ നോക്കട്ടെ നീ എന്ത് പണിയാണെന്ന്. എടി, നീ ഇവിടെ ഒരു കുന്തം പണി ചെയ്യുന്നില്ലെന്ന് ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. കൂടുതൽ അങ്ങ് തള്ളല്ലേ മോളെ തള്ളുവണ്ടി. എടേ, എന്റെ രഹസ്യങ്ങൾ, എന്റെ പ്രത്യേകിച്ച് ജേർണലിസ്റ്റുകളുടെ രഹസ്യങ്ങളൊന്നും പുറത്തുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, കാണിച്ചു കൊടുക്കാനും പാടില്ല. ഓഹോ, അല്ലാണ്ട് പണി ചെയ്യാത്തതല്ല. അല്ലാതെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതല്ല. എന്റെ പ്രൊഫഷനെ തലയിടണ്ടട്ടാ. നീ പോടി തള്ളുവണ്ടി. ഒരു സഹായത്തിന് വിളിച്ച ഒരെണ്ണം വരില്ല, എല്ലാം വേലക്കളികളാണ്.
ചുമ്മാ ഇരുന്നു ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാൽ പോലും ഇങ്ങോട്ട് വിളിച്ചാ. അമ്മാവാ. എന്ത് അമ്മാവന്? അയ്യോടാ ദേഷ്യത്തിലാ. എന്തിനാ ദേഷ്യപ്പെടണ? ഞാൻ ഇതിന് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങളെ കാര്യം. കൊള്ളാം എൻ്റെ അമ്മാവാ. ഞാൻ കുളിച്ച് നോക്ക് നല്ല ഭംഗിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണോണ്ടല്ലോ ഈ ചപ്പും ചവറൊന്നും വാരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ. പിന്നെ ഒന്നിനും ഇത്ര ഗൗരവം? പിന്നെ ജോലി ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കാം എപ്പോഴും. ഓ ഒരു കാര്യം ചെയ്യും. എന്തിന്? അത് ഇവിടെ ഇട്. അമ്മാവൻ രണ്ട് കയറിപ്പോ. ഞാൻ ഇത് നാളെ ചെയ്തോളാം. വേണ്ട, ഞാൻ ഇത്ര കാലം ഞാൻ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത്. ഞാൻ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ ആരും. ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കറിയാം. ഒന്ന് ക്ഷമിക്കുക, രാവിലെ എണീറ്റ് ചെയ്തു തരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്തോളാം. അങ്കിളെ ആ മോളെ. അങ്കിൾ ഇവിടെ നിൽക്കുമായിരുന്നു. ഓ അങ്കിൾ ഇപ്പൊ പുറത്തു പോകുന്നുണ്ടോ? പോ മോളെ. എന്ത്? അല്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അയ്യോ, വാങ്ങിക്കാം. അതിനെന്ത്? അങ്കിൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? സന്തോഷമല്ലേ ഉള്ളൂ. സാധനങ്ങളുടെ ലിസ്റ്റ് ഇതിലുണ്ട്. ശരി ശരി. അങ്കിളെ പിന്നെ പൈസ ഇത് ഒരുപാടുണ്ടല്ലോ മോളെ. അല്ലെങ്കിലേ ബാക്കി ഇവിടെ എന്തായാലും അങ്കിൾ തന്നെ വെച്ചോ. അയ്യോ അത് വേണ്ട മോളെ. ഇതൊക്കെ എന്നോട് സന്തോഷമല്ല അങ്കിളെ. അല്ല, മോക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ വെച്ചേക്കാം. ശരി അങ്കിളെ, എന്നാ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. ശരി ശരി. അടച്ചു വെക്കും. ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ അമ്മാവൻ ഈ ചിരിയൊന്നും കണ്ടില്ലല്ലോ. ആ കൊച്ചു വന്ന് തേനൊലിപ്പിച്ചപ്പോ ദേഷ്യം വന്നിട്ടോ എനിക്ക്. അതെ, ആ കൊച്ച് എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതുപോലെ സ്നേഹമുണ്ട് ആ കൊച്ചിന്. അതുകൊണ്ട് ഞാൻ തിരിച്ച് അതുപോലെ ചെയ്യും. സ്നേഹം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അത് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കറിയാം. അപ്പൊ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഇതെന്തോ അമ്മാവാ? പിച്ചക്കാശ അമ്മാവന്റെ അടുത്ത് എന്താ കൊച്ചു പറഞ്ഞത്? എന്തുവായിരുന്നു? എന്തോ സാധനം വാങ്ങിച്ചോണ്ട് വരാൻ. ആ സാധനം വാങ്ങിച്ചോണ്ടോ, ബാക്കി പൈസ അമ്മാവൻ വെച്ചോളാനാ. നാണുണ്ടോ ബാക്കി ആൾക്കാരെ നീ എച്ചില് പൈസ എടുത്ത് കയ്യിൽ വെക്കാൻ? അതെ മോളെ, ഈ പൈസ എച്ചിലൊന്നും പറഞ്ഞുകൂടാ. അതുമല്ല, ആ കൊച്ച് കോടീശ്വരാണ്, കോടീശ്വരി. അപ്പൊ ആ കൊച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് തരുമ്പോൾ നമ്മളത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കണം. എങ്കിലേ വീണ്ടും വീണ്ടും ആ കൊച്ച് തരുവോളൂ. നാണോ ഇല്ലാത്തത് അമ്മാവൻ ഭയങ്കര ചീപ്പായി മാറിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള പൈസ മോച്ചാട്ടെ എന്തോ സന്തോഷത്തോടെ തന്നല്ലേ പറ്റണം. എന്തുവാ എന്ത്? രുക്ക് വന്ന് കറക്റ്റ് സമയം. അതെ, വരെ ഈ അമ്മാവനെ ഭയങ്കര കച്ചറായി മാറിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റിയെന്നോ? പൈസക്ക് വേണ്ടി സ്വന്തം അഭിമാനം വരെ നശിപ്പിച്ച് കളയും അമ്മാവൻ. ചേട്ടാ എന്തോ പറഞ്ഞിട്ട് പോയേ? വട്ട് നമുക്ക് വട്ടോ? അവളങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാറില്ല. സത്യം പറഞ്ഞ മനുഷ്യ 6 മണിയുള്ള പൈസക്ക് വേണ്ടി അഭിമാനം കളഞ്ഞേ. നീ ഇതെന്തോന്ന് പറയണത്? എന്തോന്ന് അറിഞ്ഞിട്ട് പറയണത്? എടി അത് അങ്ങനെ അല്ല. പിന്നെ എങ്ങനെ കൂടുതലൊന്നും കേൾക്കണ്ട? വൃത്തിയുടെ സ്വഭാവം കൊണ്ടിരിക്കുന്നു. പൈസക്ക് വേണ്ടി അഭിമാനം കളഞ്ഞിട്ട് വന്നേക്കുവാ. നാണക്കേട്. ഇതെന്തോന്ന് സാധനം ഇത്? എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ഒന്ന് കണപണാന്ന് വല്ല പറഞ്ഞിട്ട് താ പോണ. എന്റെ ദൈവമേ. നീ എന്താ ഉറങ്ങണില്ലേ? ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് നീ കാണുന്നില്ലേ? നിന്നോട് ആര് ചോദിച്ചു? ഞാൻ ചാരിയോടാ ചോദിച്ചേ. അവിടെ ബൊമ്മ പോലെ ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? പിന്നെ എന്തിനാ ചോദിക്കണേ? ഡീനൊന്ന് പൊക്കെ, എന്നോട് സംസാരിച്ച് പ്രാന്താവും. ഓ അതിയാക്ക് പണ്ടേ ഉണ്ടല്ലോ. ഒന്ന് നിർത്തോ രണ്ടുപേരും കൂടി. ഇവിടെ നുള്ളി നീ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ നീ കാണത്തില്ല. ഒന്ന് പൊടി. നീ എന്താ ഇത്ര കാര്യോട് ആലോചിക്കണേ? എടി കല്ലു, എനിക്ക് പെട്ടെന്ന് പണക്കാരിയാവണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മക്കൾ രണ്ടുപേരും കൂടെ എങ്ങനെയാ പണക്കാരിയാവാന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് എപ്പോഴാന്ന് വെച്ചാൽ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങാൻ പോണു. അല്ല, അതെന്താ ഇപ്പം ഇങ്ങനെ ചിന്തിക്കാനൊക്കെ കാരണം? എടി, എനിക്ക് നമ്മുടെ പിങ്കിയുടെ ഫ്രണ്ടിലെ ഒന്ന് ഷൈൻ ചെയ്യണം. ഇനി പണക്കാരിയായിട്ടേ കാര്യമുള്ളൂ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഈ സ്വിച്ച് ഇട്ട ലൈറ്റ് എത്തുന്നല്ലേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒറ്റ രാത്രി കൊണ്ട് പണക്കാരിയാകുന്നത്. വേണ്ട, ഒറ്റ രാത്രി വേണ്ട. നീ 1, 2, 3 ദിവസം എടുത്തോ. എനിക്കൊരു ഐഡിയ പറഞ്ഞാടി. നീ സീരിയസ് ആയിട്ടാണോ ചാരു? അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഒരു പഞ്ചാബി പറഞ്ഞതാണ്. പഞ്ചാബി കാര്യം പറ. പുള്ളി പറഞ്ഞു അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആണോ? എങ്ങനെ?
സ്വർണം അമ്മാവാ വാരിക്കോ. എന്തോന്ന് വാര മൊത്തം വാരിക്കോ അമ്മാവാ. ഞാനും വാരാം. എന്തുവായിരുന്നു കാര്യം? സ്വർണം എവിടെ? മൊത്തം സ്വർണം. സ്വപ്നം കണ്ടിട്ട് ഓരോ മണ്ടത്തരം വിളിച്ചു പറയല്ല ചാരു. സ്വപ്നോ? പിന്നെ അല്ലാതെ സ്വപ്നം കണ്ട? അയ്യോ സ്വപ്നമായിരുന്നല്ലേ. എടി എന്റെ സ്വപ്നത്തില് എനിക്ക് നിറച്ച് സ്വർണം കിട്ടി നമ്മുടെ പറമ്പെന്ന്. സ്വപ്നത്തിൽ ഇങ്ങനെ നിധി കിട്ടുന്നത് കണ്ടാലേ ഈ കൊടും ദാരിദ്ര്യം വരാൻ പോകുന്ന അതിന്റെ അർത്ഥം. നീ സൂക്ഷിച്ച മോളെ. ഞാൻ പോണു. അയ്യോളോ. എടി കല്ലു, ശരിക്കും ഞാൻ കണ്ടടി. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഡോണ്ട് വറി മാൻ. അതിന് പറയുന്ന പേരാണ് സ്വപ്നം. അതെ കല്ലു, നീ ഇന്നലെ പറഞ്ഞ പൂജ ചെയ്ത വല്ലതൊക്കെ നടക്കുവോ? ചെയ്തു നോക്കി, എനിക്കറിയത്തില്ല. നടക്കുമായിരിക്കും. ചെയ്തു നോക്കാം. എല്ലാവരും പരീക്ഷണമല്ലേ. എവിടെ നിധി? എവിടെ വഴി? നിധിയിലേക്കുള്ള വഴി കാണിക്കും മുത്തപ്പ. പ്ലീസ് മുത്തപ്പ, ഷോ മി ദ വേ പ്ലീസ്. പ്ലീസ്. സിഗ്നൽ കിട്ടി. സിഗ്നൽ കിട്ടി. താങ്ക് യു മുത്തപ്പ, താങ്ക് യു സോ മച്ച്. വെളിച്ചം കണ്ടത്. വെളിച്ചം അവിടെ പോയി. മുത്തപ്പൻ. മുത്തപ്പനല്ല, വലിയപ്പൻ. ഇത് എന്തോന്ന് കോലവടി മോളെ? അത് പിന്നെ അമ്മാവ ഞാൻ നിധി തപ്പി വന്നതാ. നിധിയാ? സ്വപ്നം. ഞാൻ എന്തു പറ്റി? ഇത് അങ്ങോട്ട് നോക്ക് മോളെ, എന്തോന്ന് തന്ന്. എന്താണ് കോലടി ഇത്? എടുപ്പില്ല, നീയല്ല എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിരുത്തി മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ കണ്ട സ്വപ്നം സഫലാവുന്നു. എടി അതൊക്കെ ഒരു സ്റ്റോറി അല്ലായിരുന്നോ? നീ അതും കേട്ടിറങ്ങിയോ? എന്റെ ദൈവമേ, അതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? നട്ടാ പാതിരാക്ക് വട്ട് കാണിക്കാതെ കയറി പോടെ വീട്ടില്. അമ്മാവാ കയറി പോടി.